കളം നിറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-നെ കാത്തിരിക്കുന്നത് വൻ തകർച്ചയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വർണ്ണക്കൊള്ള വിവാദം ആളിക്കത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, കട്ടിള, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്നും സ്വർണം കവർന്ന കേസിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന നിലപാടിലാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും. കേസിന് അന്തർ സംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങൾ ഉള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നാണ് IBയുടെ ശുപാർശ. എന്തായാലും ഇക്കാര്യത്തിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അടക്കം എടുത്തു പ്രയോഗിക്കാനുള്ള രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു ഇതിനിടയിൽ തന്നെ സ്വർണ്ണക്കൊള്ള കേസ്. ഇതോടെ കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കാനുള്ള സാധ്യതകളും ഏറെയായിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത്. CBI അന്വേഷണം എത്തിയാൽ അത് CPM-നാകും രാഷ്ട്രീയമായ തിരിച്ചടിയാവുക. പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷിക്കുന്നത്. അതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന IB റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറണമെന്നാണ് വിവരം, അല്ലെങ്കിൽ കൈമാറും. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയുടേതാകും. അതേസമയം കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ പ്രതീക്ഷിച്ചാണ് SIT അന്വേഷണം ത്വരിതപ്പെടുത്തുന്നു എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നതിനാൽ EDയുടെ അന്വേഷണവും IB മുന്നോട്ട് വെക്കുന്നുണ്ട്. ശബരിമല കേസിലെ അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് IB പ്രാഥമിക വിവരശേഖരണത്തിന് തയ്യാറായത്. ദേവസ്വം ബോർഡ് ഭാരവാഹികളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് വന്നപ്പോഴാണ് കേസ് അന്വേഷണത്തിന്റെ ഫയലുകൾ വീണ്ടും വേണമെന്ന ആവശ്യവുമായി ED ആദ്യം റാന്നി കോടതിയെ സമീപിച്ചത്. എന്നാൽ അവ നൽകേണ്ട എന്നായിരുന്നു റാന്നി കോടതിയുടെ ഉത്തരവെത്തിയത്. തുടർന്ന് ED ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാനായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത്. കേസ് വിവരം കൈമാറണമെന്നുള്ള ഉത്തരവ് സമ്പാദിച്ചിട്ടുണ്ട്. ഫയലുകൾ കിട്ടിയ ശേഷം സ്വർണ്ണക്കൊള്ള കേസിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED കേസ് രജിസ്റ്റർ ചെയ്യും. അതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വലുതെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം അടിവരയിട്ട് വ്യക്തമാക്കിയത്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 9-ാം പ്രതി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, 10-ാം പ്രതി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വിശദമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ക്ഷേത്ര ശ്രീകോവിലിന്റെ കട്ടിളയുടെ മൊത്തം 7 പാളികളിലെ സ്വർണമാണ് കവർന്നത്. കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡപത്തിലെ സ്വർണവും കൊള്ളയടിച്ചു. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, ഓളിരൂപം എന്നിവയിലേക്ക് പൊതിഞ്ഞ സ്വർണവും നഷ്ടപ്പെട്ടു. ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചാണ് വേർതിരിച്ചെടുത്തത്. പ്രതികൾ ഹാജരാക്കിയ സ്വർണത്തെക്കാൾ കൂടുതൽ സ്വർണം കണ്ടെത്താനുണ്ട് എന്നും അതിനായി അന്വേഷണം തുടരുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശബരിമല ശ്രീകോവിലിൽ വാതിൽ കട്ടിളയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിൽ നിന്നാണ് സ്വർണം നഷ്ടമായത്. കൂടാതെ കട്ടിളയുടെ മുകൾ പടി ചെമ്പ് പാളിയിൽ രാശി ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പ് പാളികളിൽ നിന്നും കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള പ്രഭാമണ്ഡലത്തിൽ നിന്നും സ്വർണം പോയി. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലും അതിന് തെക്കും വടക്കും മുകളിലുമുള്ള പില്ലർ പാളികളിലും ഉണ്ടായിരുന്ന സ്വർണവും നഷ്ടമായി. അതേസമയം സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് 109.24 ഗ്രാം സ്വർണമാണ്. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹാജരാക്കിയതാകട്ടെ 474.96 ഗ്രാം. ഇവ മോഷ്ടിക്കപ്പെട്ട സ്വർണമാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തൊണ്ടി മുതൽ ഇല്ലാത്തതിനാലാണ് ഈ കേസിലെ പ്രധാന ന്യൂനത. എന്തായാലും ശബരിമലയിൽ കൊള്ള ആസൂത്രണം ചെയ്തവർക്ക് നല്ലതുപോലെ കക്കാൻ അറിയാമെന്ന് സാരം.